എൻ്റെ വിഷയമല്ലെങ്കിലും ഞാൻ ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിപ്പിച്ചിരുന്നത്. എൻ്റെ കുട്ടികൾക്ക് അത് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ അതാണ് ഞാൻ ഒരു കരിയർ മുഴുവൻ പഠിപ്പിച്ചത്. അത് പഠിപ്പിക്കുന്ന അവസരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ് ഫീൽഡാണ് ദ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. ഈ ഹിസ്റ്ററി ഓഫ് ഐഡിയാസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐസയ ബേർലിൻ എന്ന് പേരുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. റഷ്യയിൽ ജനിച്ച് റഷ്യൻ വിപ്ലവത്തിൻ്റെ സമയത്ത് മോസ്കോയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ജർമ്മനിയിൽ വന്ന് അവിടെ നിന്ന് ഫ്രാൻസിൽ പോയി പിന്നെ ഇംഗ്ലണ്ടിൽ ജീവിച്ച് വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഐസയ ബേർലിൻ. അപ്പം ഐസയ ബേർലിൻ മുതൽ ഇന്നിപ്പം ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് വളരെ നല്ലവണ്ണം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് മീര നന്ദ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ. അപ്പം അതുവരെ വേറെ ഒരുപാട് എഴുത്തുകാരുണ്ട്. ഇവരുടെ പുസ്തകങ്ങൾ വായിച്ച് കിട്ടുന്ന ആശയങ്ങളും കൂടെ ഉപയോഗിച്ചാണ് ഞാൻ ആശാനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് സാധാരണ ആളുകൾ ആശാനെ മനസ്സിലാക്കിയതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസം അതുകൊണ്ട് വരും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നതിനകത്ത് തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനപ്പം ബേസിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ആദ്യത്തത് 1856 1856 ആശാൻ ജനിക്കുന്നതിനും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ആശാൻ 1873 ജനിക്കുന്നത്. അതിനും എത്രയോ വർഷം മുമ്പ് മദ്രാസിൽ അന്ന് 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു എസ്സേ ഇംഗ്ലീഷിൽ എഴുതി. ആ എസ്സേയുടെ പ്രധാന കാതലായ കാര്യം ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, എസ്സേയുടെ ടൈറ്റിൽ ആൻ എസ്സേ ഓൺ നേറ്റീവ് എഡ്യൂക്കേഷൻ ആണ്. ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത്. ആൻ എസ്സേ ഓൺ നേറ്റീവ് എഡ്യൂക്കേഷൻ. വളരെ പച്ചയ്ക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞ ഇതാണ്: ഒരു കാലത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു രാജ്യമാണ്. ഇന്ന് ലോകത്തെ രാജ്യങ്ങളുടെ എല്ലാം പട്ടിക എടുത്തു നോക്കിയാൽ ഏകദേശം ഏറ്റവും താഴെ കിടക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നെന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇതിന് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് തിരുത്തണമെങ്കിൽ ഒരു 3-4 തലമുറ കൊണ്ട് വീണ്ടും ലോകത്തെ ലീഡിങ് കൺട്രീസിലൊന്നാക്കി ഇന്ത്യയെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി ആ ചെറിയൊരു എസ്സേക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഡയഗ്നോസിസ്, പിന്നെ പ്രിസ്ക്രിപ്ഷൻ. ഡയഗ്നോസിസ് വളരെ സിമ്പിളാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും വില കൊടുക്കുന്നത് മെറ്റഫിസിക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി, ഇങ്ങനെ 2 കാര്യങ്ങൾക്കാണ്. ഇതുകൊണ്ട് നമ്മൾ യാതൊന്നും നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്നില്ല. ഒരു കാലത്ത് ഇത് ജ്ഞാനം എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലായി ഇതല്ല ജ്ഞാനം. ഇത് ബേസിക്കലി പോയട്രി, ഇമാജിനേറ്റീവ് വർക്ക്സ്, ഫിക്ഷൻ ആണ്. ഇതുകൊണ്ട് നമ്മുടെ രാജ്യം ഒരിക്കലും പുരോഗമിക്കില്ല. ബ്രിട്ടീഷുകാർ ചിലപ്പം പറയും ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്തെന്ന്. നമ്മൾ അതും കേട്ട് രസിച്ചിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ രസിച്ചിരുന്നാൽ പോരാ, നമ്മൾ പുരോഗമിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ, ഡയഗ്നോസിസ് ഇതാണ്. പ്രിസ്ക്രിപ്ഷൻ വളരെ സിമ്പിളാണ്. ലേൺ മോഡേൺ സയൻസ് ത്രൂ ഇംഗ്ലീഷ്. ആ എസ്സേയിൽ അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ എല്ലായിടത്തും തുടങ്ങണം എന്നാണ്. അപ്പം നമ്മൾ മെക്കോളയെ കുറിച്ച് കേൾക്കും, അദ്ദേഹമാണ് ഇംഗ്ലീഷ് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചതെന്നൊക്കെ ഇന്നും മിക്കവാറും എല്ലാവരും പറയുന്നതാണ്. പക്ഷെ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ബംഗാളിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഇതേ സമയത്ത് മറ്റ് ചില ബുദ്ധിജീവികളും ഇതുപോലെയൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ഇയാൾ മാത്രമല്ല. ഈ ചെറുപ്പക്കാരൻ്റെ പേര് നമുക്കറിയാം, മാധവ് റാവു എന്നാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ പൊട്ട് വെളിയിൽ ട്രാഫിക് കൺട്രോൾ ചെയ്തുകൊണ്ട് അദ്ദേഹം നിൽപ്പുണ്ട്. ഇദ്ദേഹം തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു. അതിനുശേഷം മറ്റു ചില സംസ്ഥാനങ്ങളിലുമൊക്കെ ദിവാനായിരുന്നു. അദ്ദേഹം തിരുവിതാംകൂറിലെ ഏറ്റവും അധികം ചേഞ്ചസ് കൊണ്ടുവന്ന ഒരു റിഫോമിസ്റ്റ് ദിവാനായിരുന്നു. പലരും പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ഒരു ഗോൾഡൻ ഏജ് തുടങ്ങുന്നത് തന്നെ മാധവ് റാവു അവിടെ ദിവാനായിട്ട് വന്നതിന് ശേഷമാണെന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ എസ്സേയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? വി ഹാവ് ടു എംബ്രേസ് മോഡേൺ സയൻസ് ആൻഡ് വി ഹാവ് ടു യൂസ് ഇംഗ്ലീഷ് ടു ഡു ദാറ്റ്. ഈ സയൻസ് എംബ്രേസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഭാഷ ആവശ്യമാണ്. ആ ഭാഷ ഇംഗ്ലീഷാണ്. അദ്ദേഹം പറഞ്ഞു, സംസ്കൃതത്തിനോട് എനിക്ക് വെറുപ്പൊന്നുമില്ല, എനിക്ക് സംസ്കൃതം അറിയാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. കവിതയ്ക്ക് സംസ്കൃതം കൊള്ളാം, മെറ്റഫിസിക്സ് സംസ്കൃതം കൊള്ളാം, നമുക്ക് പുരോഗമിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ശരി, ഇനി അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ,
മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് അക്കാഡമിക് ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് അധികം ഒന്നും പറയാനില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ കോമൺ സെൻസിക്കലായിട്ട് മോഡേൺ അല്ലെങ്കിൽ മോഡേണിറ്റി എന്നുള്ളതൊന്ന് ഡിഫൈൻ നോക്കാൻ പോവുകയാണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ കാണും. രണ്ട് കാര്യങ്ങൾ ചേർത്താലാണ് ഈ മോഡേണിറ്റി എന്ന് പറയുന്നത് കിട്ടുന്നത്. രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആർഗ്യുമെന്റ് കേരളത്തിൽ മോഡേണിറ്റി കൊണ്ടുവരാനായിട്ട് സഹായിച്ച ആളുകളിൽ രണ്ടുപേരും, പ്രധാനപ്പെട്ട രണ്ടുപേരിൽ ഒന്ന് ഡോക്ടർ പൽപ്പുവും മറ്റൊന്ന് കുമാരനാശാനുമാണെന്നാണ്. ഓൾറൈറ്റ്. അപ്പം മോഡേണിറ്റി എന്താണ് വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്താൽ കിട്ടുന്ന ഒരു കാര്യമാണ് മോഡേണിറ്റി. എന്താണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ്? നമ്പർ വൺ, സെക്യുലറിസം ഓർ ബീയിങ് സെക്യുലർ, ആൻഡ് സെക്കൻഡ് ഇസ് ഈഗാലിറ്റേറിയനിസം. രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്യുലർ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ സാധാരണ സെക്യുലർ എന്ന് ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥമല്ല. ഇവിടെ നമ്മൾ സെക്യുലർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ മതങ്ങളെയും നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെക്യുലറായി. എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഫ്യൂണറലിൻ്റെ ഇത് നമ്മൾ അന്ന് ടി വിയിൽ കാണുമ്പം, അല്ലെങ്കിൽ തന്നെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഒരു നമ്മളാരും മറക്കാത്ത, അത് കണ്ടവരാരും മറക്കില്ല. അന്ന് ഒരുപാട് പ്രേയേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ഹിന്ദു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കാത്തലിക് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സൊറാസ്ട്രിയൻ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ മതക്കാരുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ വന്ന് പ്രാർത്ഥിച്ചു. നമ്മളെ സംബന്ധിച്ച് അതൊരു സെക്യുലർ ഫങ്ഷനാണ്, ബിക്കോസ് ഓൾ റിലിജൻസ് ആർ കൺസിഡേർഡ് ഈക്വൽ. പക്ഷേ ഇംഗ്ലീഷിൽ സെക്യുലർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മീനിങ് അതല്ല. ഇന്നും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പലയിടത്തും, അമേരിക്കയിലെ എല്ലായിടത്തും അല്ല, സെക്യുലർ എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം. സെക്യുലർ മീൻസ് റിമൂവിങ് റിലിജൻ ഓർ തിയോളജി ടു എ സെപ്പറേറ്റ് സ്ഫിയർ. എന്ത് നടന്നിരുന്നാലും, ലോകത്ത് എവിടെ എന്ത് നടന്നിരുന്നാലും, ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് നാച്ചുറൽ ലോ എന്ന് വിശ്വസിക്കുന്ന ഒരാളിനെയാണ് സെക്യുലർ എന്ന് പറയുന്നത്. ആൻഡ് ഐ തിങ്ക് ആ തരത്തിലുള്ള സെക്യുലറിസം ഈസ് എ പാർട്ട് ഓഫ് മോഡേണിറ്റി. എന്ത് നടന്നിരുന്നാലും ശരി, ഒരാൾക്ക് അസുഖം വന്നാലും ശരി, ഒരു പ്ലെയിൻ ക്രാഷ് ചെയ്താലും ശരി, പത്രത്തിൽ ഒരു ഫോൾസ് ഹെഡ്ലൈൻ വന്നാലും ശരി, എന്ത് വന്നാലും ദർ വിൽ ബി സം നാച്ചുറൽ കോസ്. സെക്യുലർ ആണെങ്കിൽ യു ഡു നോട്ട് ലുക്ക് ഫോർ എ സൂപ്പർ നാച്ചുറൽ കോസ്. സായിബാബയെ കണ്ട നമ്മൾ ഹലോ മിസ്റ്റർ ബാബ എന്ന് പറയും. മനസ്സിലായോ? ഓൾറൈറ്റ്. അപ്പം ദാറ്റ് ഈസ് എൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ബീയിങ് മോഡേൺ. ദ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ഇസ് ഈഗാലിറ്റേറിയനിസം. എല്ലാവരും ഈക്വലാണ് എന്നുള്ളൊരു വിശ്വാസം. ഞാനിത് എടുത്തു പറയാൻ കാര്യം, ആശാന്റെ ജീവിതം നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിലും വളരെ ആഴത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ആശാന്റെ ഡിഫോൾട്ട് സെറ്റിംഗ് ഇതായിരുന്നു. എന്തായിരുന്നു? ഹി വാസ് സെക്യുലർ. അദ്ദേഹത്തിൻ്റെ ഭക്തിയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും എല്ലാം നമുക്കറിയാം. ബട്ട് ഡീപ്പ് ഇൻസൈഡ് ഐ ബിലീവ് ഹി വാസ് എ സെക്യുലർ ആൻഡ് ടു ഹി വാസ് എൻ ഈഗാലിറ്റേറിയൻ. ഒരുപാട് എക്സാമ്പിൾസ് എനിക്ക് പറയാം, അധികം പറയുന്നില്ല. ഈഗാലിറ്റേറിയനിസത്തിന് രണ്ട് എക്സാമ്പിൾ പറയാം. അദ്ദേഹം അരുവിപ്പുറത്ത് നാരായണ ഗുരുവിൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് ഒരു തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, കായിക്കര വീട്ടിലേക്ക് പോയി. ഓണത്തിനാണ് പോയത്, ഒരു സുഹൃത്തുമായിട്ടാണ് പോയത്. കായിക്കര ചെല്ലുന്ന ദിവസം, അപ്പം അന്ന് അരുവിക്കരയിൽ നിന്ന് കായിക്കര പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും, കൂടുതൽ നടക്കണം, വഞ്ചിയിൽ പോകണം, ഇതൊക്കെയാണ്. ക്ഷീണിച്ച് വീട്ടിലെത്തി. ഒരു ഉച്ചയ്ക്കാണ് എത്തിയത്, തിരുവോണം ദിവസമായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ ബന്ധുക്കളെല്ലാവരും, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ബാക്കി അമ്മാവന്മാരും മറ്റുമൊക്കെ ഉണ്ട്. എല്ലാവരും ഓണത്തിന് ഉണ്ണാനിരിക്കുന്ന സമയത്താണ് ആശാനും ഒരു സുഹൃത്തും കൂടെ വരുന്നത്. അപ്പോൾ അവർക്ക് ആശാനെ കണ്ട് വലിയ സന്തോഷമായി. എന്ന് വെച്ചാൽ അമ്മയായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അധികം വീട്ടിലോട്ട് വരാറില്ല, എഴുത്ത് പോലും എഴുതാറില്ല. ആ സമയത്താണ് ആശാൻ കയറി വരുന്നത്. അപ്പോൾ അവർ വന്നു വിളിച്ചു ഉണ്ണാനായിട്ട്. അപ്പോൾ ആശാൻ്റെ സുഹൃത്തുമായിട്ട് ആശാൻ വീട്ടിലേക്ക് കയറിയപ്പം പെട്ടെന്ന് ഒരു അമ്മാവനായിട്ട് പറഞ്ഞു, അത് ഒക്കില്ല, സുഹൃത്തിൻ്റെ അടുത്ത് മുറ്റത്ത് നിൽക്കാൻ പറയുക, അദ്ദേഹത്തിന് വെളിയിൽ വെച്ച് വേണമെങ്കിൽ ആഹാരം കൊടുക്കാം. ആ കാര്യം എന്താണ്? അദ്ദേഹം ഒരു പുലയനായിരുന്നു. അപ്പോൾ ആശാൻ അവിടെ വെച്ച് നിന്നിട്ട് പറഞ്ഞ്, ശരി ഞാൻ ഇനി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് ആശാൻ സുഹൃത്തിനെയും വിളിച്ചങ്ങ് നടന്നു പോയി. അപ്പം വീട്ടിനകത്ത് വലിയ ഡിസ്കഷനും ഇതൊക്കെ ആയിട്ട് പിന്നെ ഏതോ അമ്മാവൻ പിറകെ ഓടിച്ചെന്ന്, ഇല്ല നിങ്ങളുടെ സുഹൃത്തിനെയും കൂടെ ഒരുമിച്ചിരുത്തി ഊണ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആശാനെ വിളിച്ചോണ്ട് വന്നത്. അപ്പം ആശാന് ഈ സുഹൃത്തിനെ അരുവിപ്പുറത്തു നിന്നും അതുവരെ കൊണ്ടുവരാനും അതിനിടയ്ക്ക് എത്രയോ തവണ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും ചിലപ്പം വഴിയിൽ എവിടെയെങ്കിലും ഒരു മരത്തിൻ്റെ മൂട്ടി കിടന്ന് ഉറങ്ങാനും ഒന്നും ആശാന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആശാൻ ഇത് ഷോയ്ക്ക് വേണ്ടി ചെയ്തതല്ല. ഉള്ളിൽ ഹി വാസ് ജെന്യുവിൻലി ഈഗാലിറ്റേറിയൻ. സമത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളിനെ അത് ചെയ്യാനൊക്കെ. അവിടെ TV ക്യാമറ ഇല്ലായിരുന്നു ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട്.
എന്നാലും ആശാൻ ഇങ്ങനെയാണ് പെരുമാറിയത്. ഒരെണ്ണം കൂടി പറഞ്ഞുതരാം. ഞാൻ കൊച്ചായിരിക്കുമ്പം അച്ഛൻ ഒരു രാമൻ എന്ന് പേരുള്ള ഒരാളെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. ഈ രാമൻ 13-14 വയസ്സായിരുന്ന ഒരു ബാലനായിരുന്നപ്പോൾ തോന്നയ്ക്കല് ആശാന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നതാണ്. പ്രധാനപ്പെട്ട ജോലി പശുവിനെയും മറ്റും നോക്കാനും പുല്ല് പറിക്കാനും അങ്ങനെയുള്ള കുറേ ജോലിയാണ്. അദ്ദേഹം അച്ഛൻ ഇങ്ങനെ ആശാനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ രസമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആശാനെന്ന് വിളിക്കുമ്പം എന്നെ ശകാരിക്കുമായിരുന്നു, എന്നെ ആശാനെന്ന് വിളിക്കരുത്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് വിളിക്കണം ആശാനെന്ന്? അപ്പം പറഞ്ഞ് എന്നെ ആശാനെന്ന് തിരുമേനി എന്ന് വിളിക്കുമായിരുന്നു. തെറ്റിപ്പോയി, തിരുമേനി 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 എന്നാണ് വിളിക്കുന്നത്. അപ്പം ആശാൻ പറഞ്ഞു, എന്നെ ഒരിക്കലും തിരുമേനി എന്ന് വിളിക്കരുത്. അപ്പം ഞാൻ എന്ത് വിളിക്കണം തിരുമേനി എന്ന് ചോദിച്ചു. അപ്പം മറുപടി പറഞ്ഞാണ്, എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആശാനെന്ന് വിളിച്ചാൽ മതി. ഞാനൊരു ആശാനാണ്, വാദ്യാരായിരുന്നു. അപ്പം വാദ്യന്മാരെ ആശാനെന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ചെറുപ്പമാണെന്ന് പറഞ്ഞ് സാരമില്ല. എന്നിട്ട് ഈ മനുഷ്യൻ പറയും, എന്നാലും എൻ്റെ നാക്കിൽ ആശാനെന്ന് വരൂല്ലായിരുന്നു, തിരുമേനിന്നേ വരുള്ളൂമായിരുന്നു. ഓരോ തവണ ആശാൻ ചിരിച്ചിട്ട് എന്നെ ചെറുതായിട്ട് വഴക്ക് പറയുമായിരുന്നു പറയാം. അതും ആർക്കേ സാധിക്കുകയുള്ളൂ? ജെന്യുവൻലി ഈഗാലിറ്റേറിയനായ ഒരു മനുഷ്യനെ സാധിക്കൂ. ഓൾറൈറ്റ്, അപ്പൊ ആ ആർഗ്യുമെന്റ് ഞാൻ അവിടെ നിർത്തുകയാണ്. മോഡേണിറ്റിക്ക് ആവശ്യമായ ഏറ്റവും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? 1 സെക്കുലർ, 2 ഈഗാലിറ്റേറിയൻ. ഇത് രണ്ടും അദ്ദേഹം പഠിച്ചു വന്ന നാട്ടിലോ അദ്ദേഹം പഠിച്ചു വന്ന ഒന്നിലുമുള്ള അല്ല, ഇത് അദ്ദേഹം തന്നെ തേടി കണ്ടുപിടിച്ചതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ പോലും ഇല്ലായിരുന്ന, അവിടുത്തെ സമൂഹത്തിൻ്റെ ഇടയിൽ പോലും ഇല്ലായിരുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം തന്നെത്താൻ കണ്ടുപിടിച്ച് അതിൻ്റെ വില മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് തന്നെത്താൻ ജീവിതത്തിൽ മുഴുവനും പ്രാക്ടീസ് ചെയ്യും, മറ്റുള്ളവരുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറയുകയും ചെയ്യും. ശരി, അടുത്ത പോയിന്റിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഞാൻ അല്പസമയം ബുക്കർ ടി വാഷിങ്ടനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ബുക്കർ ടി വാഷിങ്ടൺ അമേരിക്കയിൽ സ്ലേവറി ഉള്ള കാലത്ത്, അടിമത്തമുള്ള കാലത്ത് കറുത്ത വർഗത്തിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് 9 വയസ്സ് പ്രായമുള്ളപ്പം, അപ്പൊ ഈ 9 വയസ്സും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ 2 പേരും അടിമകളാണ്. അവരവിടെ ലോക്കൽ ഒരു ഫാർമറിന്റെ അടിമകളാണ്. അവർക്ക് വേണ്ടി പണിയെടുക്കും. 9 വയസ്സാവുമ്പോഴത്തേക്കും ഇദ്ദേഹവും അടിമപ്പണി ചെയ്തു തുടങ്ങി. അവർ 4 വയസ്സിലേ തുടങ്ങിക്കുമായിരുന്നു. പണ്ട് ഇവിടുത്തെ പുലയന്മാർക്കുണ്ടായിരുന്ന അതേ അനുഭവമാണ്. ജീവിക്കുമ്പോഴേ അടിമയാണ്, അടിമപ്പണി തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ മനുഷ്യൻ 9 വയസ്സായപ്പോഴാണ് സ്ലേവറി ബാൻ ചെയ്യുന്ന പ്രൊക്ലമേഷൻ വന്നത്. അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, വീട്ടിൽ ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല. യു ആർ ഫ്രീ. എന്താണ് ഫ്രീ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പഴയ മാസ്റ്ററിൻ്റെ അടുത്ത് പോയി, അയ്യോ ഞങ്ങൾക്ക് ഫ്രീ ഒന്നും ആവണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ അടിമയായിട്ടിരുന്നാൽ മതി എന്ന് പറയും. ആ മനുഷ്യൻ 9 വയസ്സായിരിക്കുമ്പോഴാണ്, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഹാംപ്ടൺ സ്കൂൾ എന്ന് പറഞ്ഞ് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്കൂൾ, സെക്കൻഡറി സ്കൂൾ വരെ ഉണ്ട്. ഫാദറിന് ചെറിയ ഇൻട്രസ്റ്റ് വരും. സെക്കൻഡറി സ്കൂൾ വരെയുള്ള ഒരു സ്കൂളിൽ പഠിക്കാനായിട്ട് പോയി. അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും പഠിക്കണം. ഇത് കഴിഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ടസ്കഗി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അതിൻ്റെ ഫുൾ നെയിം ടസ്കഗി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നല്ല, ഇറ്റ് ഈസ് ആക്ച്വലി, ഇറ്റ് ഈസ് ദി ടസ്കഗി നോർമൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ആദ്യം ഈ നോർമൽ കേട്ടപ്പോൾ അന്തം വിട്ടു. എന്താണ് ഈ ഒരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ട്? ഒന്നുമില്ല. നോർമൽ അന്ന് അമേരിക്കയിൽ ഉപയോഗിച്ചിരുന്നത് സെക്കൻഡറി സ്കൂൾ എന്ന് മാത്രമാണ്. എന്ന് മാത്രമല്ല, ആ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ യു ആർ എലിജിബിൾ ടു ടീച്ച് ഇൻ എ ലോവർ ക്ലാസ്, നമ്മുടെ TTC പോലെ. അപ്പം നോർമൽ സ്കൂളെന്ന് 19th century അമേരിക്കയിൽ പറഞ്ഞാൽ TTC ക്വാളിഫിക്കേഷൻ കിട്ടുന്ന കോഴ്സ്. അങ്ങനെ ഒരു സ്ഥലത്ത് അദ്ദേഹം ജോയിൻ ചെയ്ത് പഠിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ ഇത് തുടങ്ങി. എന്താണ് തുടങ്ങിയത്? ടസ്കഗി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. 34 വർഷം അദ്ദേഹം ടസ്കഗി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡായിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ടസ്കഗി ഇൻസ്റ്റിറ്റ്യൂട്ട് വളർന്ന് വളരെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായി. ഇന്നും അതൊരു യൂണിവേഴ്സിറ്റി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാം. ആദ്യം അദ്ദേഹം ചെയ്തത്, ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് അവിടെ കറുത്ത വർഗ്ഗക്കാർ. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ജീവിതത്തിൽ ഉയരണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. വെള്ളക്കാരെ വെടിവെച്ചിട്ടല്ല, വെള്ളക്കാരൻ്റെ കയ്യിലുള്ളത് പിടിച്ചെടുത്തിട്ടല്ല, മറിച്ച് ഇറ്റ് ഇസ് ത്രൂ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ശ്രദ്ധിക്കണം,
എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞില്ല. അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്, നമ്മൾ സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് പ്ലേറ്റോവും അക്വിനാസും സെൻറ്റ് അഗസ്റ്റിനും ഒന്നും വായിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അത് വെള്ളക്കാരൻ ചെയ്തോളും. നമ്മൾ ചെയ്യേണ്ട എന്താണ്? വി മസ്റ്റ് ഗെറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അദ്ദേഹം ആദ്യം ചെയ്തത് പാവപ്പെട്ട കറുത്ത കുട്ടികളെ വിളിച്ചിട്ട് തന്നെത്താൻ ഗിഫ്റ്റ് ചെയ്ത് കിട്ടിയ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ദേ സ്റ്റാർട്ടഡ് മേക്കിംഗ് ബ്രിക്സ്, ഇഷ്ടിക ഉണ്ടാക്കാൻ തുടങ്ങി. ഓൾറൈറ്റ്, ഇഷ്ടിക അപ്പം പ്രിൻസിപ്പളും കുട്ടികളും കൂടെ ഒരുമിച്ച്, ഫാദറിന് ഇത് മനസ്സിലാവും. എന്താണ് ചെയ്യുന്നത്? ഇഷ്ടിക ഉണ്ടാക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് അവിടെ തന്നെ ആ ഇഷ്ടിക ബേൺ ചെയ്ത് അതിൽ കൊള്ളാവുന്ന ഇഷ്ടികയൊക്കെ വിൽക്കും. സ്കൂളിനൊരു ചെറിയ ഇൻകമായി. അത് വെച്ച് കൂടുതൽ ഉണ്ടാക്കും, അതും വിൽക്കും. കുറെ കഴിഞ്ഞ് ഈ കിട്ടിയ ഇഷ്ടികൾ വെച്ച് സ്കൂളിൻ്റെ ആദ്യത്തെ കെട്ടിടം പണിതു. അതുവരെ സ്ട്രോ അല്ലെങ്കിൽ വൈക്കോൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന 2-3 ഷെഡ് മാത്രമായിരുന്നു സ്കൂൾ. അങ്ങനെ ഒരു സ്കൂൾ പണിയാൻ തുടങ്ങി. എന്നിട്ട് മറ്റുള്ള സ്കിൽസ് പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരെണ്ണം കൊല്ലൻ്റെ സ്കില്ലാണ്. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ ഒരുപാട് നല്ല സ്കില്ലുള്ള കൊല്ലന്മാരുണ്ട്. അതിൽ കുറച്ച് പ്രായമായവരെ 1-2 പേരെ കണ്ട് അധികം ശമ്പളമൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ജൈവീതി ഈ കുട്ടികളെ ഇതൊന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അത് പഠിപ്പിക്കാൻ തുടങ്ങി. ബൈ ദ ടൈം ഹി ഫിനിഷ്ഡ്, 34 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ വെറും ഇഷ്ടികകൾ ഉണ്ടാക്കാൻ തുടങ്ങിയ ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായി വളർന്നു എന്നറിയാമോ? അവിടെ there were 38 trades being taught. അന്ന് അദ്ദേഹം മരിക്കുന്ന സമയത്ത് 38 പ്രൊഫഷൻസ് അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. 100 കെട്ടിടങ്ങളായി, വലിയ കെട്ടിടങ്ങൾ, 100 കെട്ടിടങ്ങളായി. ഇതിൽ മിക്കവാറും എല്ലാം അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ കെട്ടിയതാണ്. There were about 200 teachers. And in 1901 something incredible happened. 1901 അമേരിക്കയിലെ അന്നത്തെ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഇദ്ദേഹത്തിനെയും കുടുംബത്തെയും വൈറ്റ് ഹൗസിൽ വിളിച്ച് എന്ത് ചെയ്തു? ഡിന്നർ കൊടുത്തു. അന്നത് വലിയ കോലാഹലമായിട്ട്. പിറ്റന്ന് ടെക്സസിലൊരു ന്യൂസ് പേപ്പറിൽ വന്ന, പിറ്റന്നല്ല ഒരാഴ്ചയ്ക്ക് വന്ന ഒരു എഡിറ്റോറിയലിൽ പറഞ്ഞു, നമ്മുടെ പ്രസിഡന്റ് എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ ഒന്നിനും കൊള്ളാത്ത വേമിൻ്റെ മലയാളം വാക്ക് എനിക്ക് ശരിക്കും വരുന്നില്ല, പുഴു പോലെയുള്ളവരെ, ഈ പുഴുക്കളെ വിളിച്ച് വൈറ്റ് ഹൗസ് കയറ്റിയവനെ നമ്മൾ പകരം ചോദിക്കണം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അടുത്ത ഇലക്ഷന് തോപ്പിക്കണമെന്ന് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഒരു മിനിമം 1000 കറുത്ത വാഹനക്കാരനെയും ഒരു കൊല്ലത്തിനാം വെടിവെച്ച് കൊല്ലണം, എന്നാലേ അവൻ പഠിക്കുകയുള്ളൂ. അത്ര ഭയങ്കരമായിട്ടായിരുന്നു അവിടെ സദേൺ അമേരിക്കയിലെ റിയാക്ഷൻ. എന്നിട്ട് പോലും ആ പ്രസിഡന്റ് ഇദ്ദേഹത്തിനെ വിളിച്ച് ആദരിച്ചു എന്ന് മാത്രമല്ല, ഇത് കഴിഞ്ഞ് പ്രസിഡന്റ് ഇല്ല, ഞാൻ ഡിന്നർ ഒന്നും കൊടുത്തില്ല, ഞാനൊരു കപ്പ് ചായയെ കൊടുത്തുള്ളൂ എന്നൊക്കെ പറയാൻ നോക്കി. റൈറ്റ്, അതിന് രക്ഷപ്പെടാനൊക്കെ നോക്കി. എന്തായാലും പ്രസിഡന്റുമാർ രാഷ്ട്രീയക്കാരല്ലേ, അപ്പം അവർ രക്ഷപ്പെടാനൊക്കെ നോക്കി. ബട്ട് ദിസ് ഹാപ്പൻ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചത്? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു സമയത്തും ബുക്കർ ടി വാഷിങ്ടൺ കത്തിയെടുക്കണമെന്നോ തോക്കെടുക്കണമെന്നോ പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഹി വാസ് എ ഗ്രേറ്റ് ബിലീവർ ഇൻ മോഡറേഷൻ. ഗാന്ധിക്ക് മുമ്പേ ഗാന്ധിയനായിരുന്ന ഒരാളാണ് ബുക്കർ ടി വാഷിങ്ടൺ. എന്ത് വന്നാലും ശരി, ഒരു വെള്ളക്കാരൻ നമ്മളെ ചവിട്ടിയാൽ ചാടി മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അയാളുടെ ബൂട്ട്സിലൊന്ന് നോക്കണം. നമ്മൾ ഇത് കഴിഞ്ഞ് അതിനേക്കാൾ നല്ലൊരു ബൂട്ട് ഉണ്ടാക്കി അയാൾക്ക് തന്നെ വിൽക്കാൻ കൊടുക്കണം. കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ തന്നെ ഇത് വാങ്ങിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു ബിസിനസ് പാർട്ട്ണറും ആക്കും. അദ്ദേഹത്തിന് ഒരു ബുക്കുണ്ട്, നീഗ്രോസ് ആൻഡ് ബിസിനസ്. 10-20 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്മളെ ചിലപ്പം മൂവ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പ് ഫ്രം സ്ലേവറി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ കോപ്പീസ് ഇവിടെയൊക്കെ കിട്ടും. മറ്റു ചില ബുക്സ് കിട്ടാൻ കുറച്ച് പാടാണ്. എന്തായാലും ശരി, ബുക്കർ ടി വാഷിങ്ടൺ ആണ് ഈ ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് കേരള മോഡലിൻ്റെ ശരിയായ പിതാവ്. നമ്മളെല്ലാവരും കേരള മോഡൽ എന്ന് പറയും. എന്താണ് കേരള മോഡൽ? പൈസ വളരെ ചുരുക്കി ചെലവാക്കി, യൂണിവേഴ്സൽ ലിറ്ററസി ഉണ്ടാക്കി, ഹെൽത്ത് ഇൻഡെക്സ്, മോർബിഡിറ്റി ഇൻഡെക്സ്, ഇതിലെല്ലാം ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിയ ഒരു സ്ഥലമാണ് കേരളം. ആ കേരള മോഡലിൻ്റെ ശരിയായ പിതാവ് ആരാണ്? ആ ശരിയായ പിതാവ് ബുക്കർ ടി വാഷിങ്ടൺ ആണ്. കാര്യം എന്താണ്?
ബുക്കർ ടി വാഷിങ്ടൺ ഇത് ചെയ്തപ്പം ഇദ്ദേഹം ഒരുപാട് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസും പുസ്തകങ്ങളും എഴുതുമായിരുന്നു. ഇതെല്ലാം ഏറ്റവും അധികം പ്രചാരണം കിട്ടിയത് ഇംഗ്ലണ്ടിലാണ്. അമേരിക്കയിൽ അപ്പോഴും സ്ലേവറി ഉണ്ട്, വളരെയധികം ശത്രുതയുണ്ട്, വെറുപ്പുണ്ട്. ഇംഗ്ലണ്ടിൽ അങ്ങനെയില്ല. വിക്ടോറിയൻ ഇംഗ്ലണ്ട്, അവിടെ ഈ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസും വളരെയധികം ആളുകൾ വായിക്കുന്നുണ്ടായിരുന്നു. അതിൽ വായിച്ച ഒരാളാണ് ഡോക്ടർ പൽപ്പു. 1898, 1900 ഡോക്ടർ പൽപ്പു അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ എന്ത് ചെയ്യുമായിരുന്നു? ബറോഡ രാജാവും മൈസൂറിലെ രാജാവും കൂടി ഹയർ സ്റ്റഡീസിനായിട്ട് അദ്ദേഹത്തിന് അവിടെ വിട്ടു. എന്തിനാണ് വിട്ടത്? ബാംഗ്ലൂർ പ്ലേഗ് വന്ന സമയത്ത് ആ പ്ലേഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതായിട്ട് പ്രവർത്തിച്ചത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഡോക്ടർ പൽപ്പു തോട്ട് ലൈക്ക് എ സയൻറ്റിസ്റ്റ്. എല്ലാ സമയത്തും അദ്ദേഹത്തിന് ഒരു സയൻറ്റിസ്റ്റിനെ പോലെയാണ് ചിന്തിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ജോൺ സ്നോ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? ജോൺ സ്നോ എന്ന് പറഞ്ഞാൽ ലണ്ടനിലുണ്ടായിരുന്ന ഒരു ഡോക്ടറാണ്. വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ ഭയങ്കരമായിട്ട് ലണ്ടനിൽ ആളുകൾ കോളറ വന്ന് മരിക്കുന്നുണ്ടായിരുന്നു. ആർക്കും എന്താണ് പറ്റുന്നതെന്ന് അറിഞ്ഞൂടെ. പാർലമെന്റിൽ വരെ ഇത് ക്വസ്റ്റ്യൻസ് ആയി. ലണ്ടനിലാണ് നൂറ്റിക്കണക്കിന് പേര് മരിക്കുകയാണ്. ജോൺ സ്നോ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നോക്കി. അദ്ദേഹം എന്ത് ചെയ്തു? ഓരോ കോളറ പേഷ്യൻ്റ് മരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ലണ്ടനിൽ ഒരു മാപ്പ് വരച്ചിട്ട് അത് എവിടെയാണെന്നും നോട്ട് ചെയ്യും. ഇങ്ങനെ കുറേ ദിവസം, കുറേ ആഴ്ചകൾ അദ്ദേഹം ഒരു മാപ്പ് വരച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം മനസ്സിലാക്കി ഈ മാപ്പിനൊരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിൽ നിന്ന് ദൂരോട്ട് പോകും തോറും ആളുകൾ മരിക്കുന്നതിൻ്റെ എണ്ണം കുറയാണ്. അതിന് ചുറ്റുമുള്ള എല്ലാവരും മരിച്ചു. അപ്പോൾ എന്താണ് ഈ സെൻറ്റർ എന്ന് അന്വേഷിച്ച് പോയപ്പം ദർ ഇസ് എ പബ്ലിക് ടാപ്പ്. ഒരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളം കണ്ടാമിനേറ്റഡ് ആണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അത് ടെസ്റ്റ് ചെയ്ത് മൈക്രോബ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി സർക്കാരിനെ പ്രഷറൈസ് ചെയ്ത് അതിനെ സീൽ ചെയ്തു. ജോൺ സ്നോയെ അടിക്കാനായിട്ട് ആളുകൾ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാവപ്പെട്ടവരുടെ ഇടയിൽ ഒരു വാട്ടർ സോഴ്സേ ഉള്ളൂ, ഒരു കിണറാണ്. ആ കിണർ ഇദ്ദേഹം അടച്ചിട്ട് ഇദ്ദേഹം സ്ഥലം വിട്ടു. പക്ഷെ എന്താണ് ശരിക്കും സംഭവിച്ചത്? കോളറ ആ ഏരിയയിൽ നിന്നും മാറി. അപ്പൊ കോളറയും ജലവും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചത് ജോൺ സ്നോയാണ്. അതുപോലെ ഒരു കാര്യമാണ് ഡോക്ടർ പൽപ്പു മൈസൂർ ചെയ്തത്. മൈസൂർ പ്ലേഗ് വന്നു. പ്ലേഗിൻ്റെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്തത് ഡോക്ടർ പൽപ്പുവിനെയാണ്. അദ്ദേഹം ഏകദേശം ഇതേ രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ പ്ലേഗ് വരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി. സാധാരണക്കാർക്ക് ചെന്ന് സംസാരിച്ച് എലികൾ എവിടെയൊക്കെയാണ് ചത്ത് കിടക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ബാംഗ്ലൂരത്തെ ഒരു മാപ്പ് വരച്ചിട്ട് ഈ ചത്ത എലികളെ എവിടെയാണ് കണ്ടുപിടിക്കുകയെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം സർക്കാരിൽ പോയി കാശുണ്ടാക്കി എലി പിടിക്കാനായിട്ട്. എലി വഴിയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അദ്ദേഹം മൈക്രോബയോളജിയും കൂടെ പഠിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് ഇംഗ്ലണ്ടിൽ അയച്ചത് ഹയർ സ്റ്റഡീസിനായിട്ട്. അവിടെ വെച്ച് അദ്ദേഹം വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ, ഡോക്ടർ പൽപ്പു വായിച്ച പുസ്തകങ്ങളിൽ വരുന്ന പുസ്തകമാണ് ബുക്കർ ടി വാഷിങ്ടൻ്റെ പുസ്തകങ്ങൾ. നമുക്കിത് എങ്ങനെ അറിയാം? ആശാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡോക്ടർ പൽപ്പുവിന് ഏറ്റവും വലിയ ഭ്രമം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. ഇദ്ദേഹം കപ്പലിലാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നത്. എത്രയോ ട്രങ്കിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രമായിരുന്നു. ഈ പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ അദ്ദേഹം ഇത് വായിക്കുമെന്ന് മാത്രമല്ല, അദ്ദേഹം അത് സുഹൃത്തുക്കൾക്ക് കൊടുക്കും, ആശാനും കൊടുക്കും. അപ്പം എനിക്ക് യാതൊരു സംശയവുമില്ല, ആശാൻ വിവേകോദയത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ബുക്കർ ടി വാഷിങ്ടനെ കുറിച്ച്. അദ്ദേഹം ബുക്കർ ടി വാഷിങ്ടനെ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കിയ ഒരാളാണ്. അത് ഇവിടെ ഇവർ രണ്ടുപേരും കൂടെയാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത്. ആശാൻ ഒരിക്കൽ ടി.കെ. മാധവൻ ആശാനെ കുറ്റപ്പെടുത്തി. എന്തോ SNDP ആയിട്ട് ബന്ധം, ആശാൻ SMD വിട്ടതോ അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ ആശാൻ ഒരു മറുപടി പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണ് മറുപടി? എൻ്റെ നിന്നും കടം വാങ്ങിച്ച ഇംഗ്ലീഷ് പുസ്തകങ്ങൾ തിരിച്ചു തരാത്തത് കൊണ്ടാണ് മാധവൻ അങ്ങനെ പറഞ്ഞത്. ആശാനെ വളരെ മോശപ്പെടുത്തി പബ്ലിക്കായിട്ട് എഴുതിയതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരോ ഒക്കെ ആശാൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആശാൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ: എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാനെന്ന് പറഞ്ഞ് അദ്ദേഹം വാങ്ങിച്ചിട്ട് ഇതുവരെ ഒന്നും തിരിച്ചു തന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന വായിച്ചിട്ടില്ലെന്നാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് ഇങ്ങനെയെന്ന്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞ് വരുന്നത് എന്തെന്ന് വെച്ചാൽ, മാധവറാവു 1856 പറഞ്ഞത് ഇവിടെ നടപ്പാക്കുന്ന രണ്ടുപേരുണ്ടായിരുന്നു, ആശാനും ഡോക്ടർ പൽപ്പുവും. അവരത് നടപ്പാക്കിയെന്ന് മാത്രമല്ല, ഉറങ്ങിക്കിടക്കുന്ന ഒരു ജനതയെ ഉണർത്താനായിട്ട് അവർക്ക് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ ഒരു ഇൻ്റലക്ച്വൽ ലീഡർ ഉണ്ടായാൽ പോരാ, ആളുകളെ ഇൻസ്പയർ ചെയ്യാനായിട്ടൊക്കെ. അതിനവർക്കൊരു നല്ല കമ്പാനിയൻ ഉണ്ടായിരുന്നു, നാരായണ ഗുരു.
ഇൻസ്പിറേഷൻ നമുക്ക് എന്താ ലോഹയോ അല്ലെങ്കിൽ കാവ്യോ ധരിച്ചാലല്ലേ ഇൻസ്പയർ ചെയ്യാനൊക്കെ ഉള്ളൂ. ഞാൻ എത്രയോ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും പെർസ്പയർ ചെയ്തല്ലാതെ ഒന്നിനെയും ഞാൻ ഇൻസ്പയർ ചെയ്തിട്ടില്ല. ഇൻസ്പയർ ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്പിരിച്വൽ ഡയമെൻഷൻ വേണം. മനസ്സിലായല്ലോ? അങ്ങനെ ആ സ്പിരിച്വൽ ഡയമെൻഷനാണ് മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ആശാൻ അറിയായിരുന്നു. പ്രാർത്ഥന വേണം, ആത്മീയം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വേണം. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ആശാന്റെ മനസ്സിൽ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡിവിഷനുണ്ട്. ആ ഡിവിഷൻ യൂറോപ്യൻ ഫിലോസഫിയിൽ ഒരു 2.5 സെഞ്ചുറി മുൻപുണ്ടായതാണ്. എന്താണ് ഡിവിഷൻ? ദ ഡിവിഷൻ ബിറ്റ്വീൻ തിയോളജി ആൻഡ് ഓൾ അതർ സബ്ജക്ട്സ്. ഇന്ത്യയിൽ ഇന്നും മിക്ക സ്ഥലത്തും തിയോളജിയും ബാക്കി സബ്ജക്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പം യൂണിയൻ ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്യുന്ന ചില ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിൽ ഏത് പേജിലാണ് തിയോളജി ഇല്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. മാത്തമാറ്റിക്സിനകത്തും തിയോളജി ഉണ്ട്, കെമിസ്ട്രിക്കകത്തും തിയോളജി ഉണ്ട്, ഫിസിക്സിനകത്തും തിയോളജി ഉണ്ട്. ഹ്യൂമാനിറ്റീസ് കാര്യം പറയേ വേണ്ട. നമ്മുടെ നാഷണൽ ഡിഫോൾട്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ തിയോളജിയാണ്. പക്ഷേ യൂറോപ്പിലെ ഒരു 2.5 സെഞ്ചുറി മുമ്പ് തന്നെ അവരതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. തിയോളജി പഠിക്കാം, അതിന് യാതൊരു തെറ്റില്ല. തിയോളജിയിൽ വളരെ ആഴത്തിൽ അറിവുള്ള ആൾക്കാരുണ്ട്, നല്ലത് തന്നെയാണ്. പക്ഷേ അതും മറ്റുള്ള വിഷയങ്ങളും തമ്മിൽ കൂട്ടിക്കലർത്തുന്ന വലിയൊരു ഇൻ്റലക്ച്വൽ എററാണ്. ഞാൻ വിശ്വസിക്കുന്നത് ആശാന് ആ കാര്യം മനസ്സിലായി എന്നാണ്. അങ്ങനെയാണെങ്കിൽ മോഡേണിറ്റിയുടെ ഒരു ഭാഗം കൂടിയാണ്. ആശാൻ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എടുത്തു നോക്കണം. എല്ലാവരും അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് പറയും. അദ്ദേഹം SNDPയുടെ സെക്രട്ടറി തുടങ്ങുന്ന കാലം മുതൽ മരിക്കുന്നവരെയുള്ള അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതിയ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ചില പാറ്റേൺസ് അതിനകത്ത് കാണാം. അദ്ദേഹം എഴുതിയ കവിതയല്ല, അദ്ദേഹം ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയത് അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ പ്രവൃത്തികൾ നോക്കിയാൽ ആ പ്രവൃത്തികളിൽ 90% വിത്തിൻ കൊട്ടേഷൻ മാർക്സ് സെക്കുലറായ കാര്യങ്ങളാണ്, സാധാരണക്കാരന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എങ്ങനെ ഇവരെ ഇവിടെ നിന്നും ഈ അടിമത്തിൽ നിന്നും ഉയർത്താം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ്റെ ആക്ഷൻസാണ്. അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സഹായിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. അതുകൊണ്ട് ഞാൻ ഇവരെ ഒരുമിച്ച് ഇവരെക്കുറിച്ച് പറയുള്ളൂ. ആശാനും ഡോക്ടർ പൽപ്പു, അല്ലെങ്കിൽ മൂത്തയാൾ ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പുവും ആശാനും അവർ പിന്നെ ബന്ധുക്കളും കൂടിയായി. ആശാൻ കല്യാണം കഴിച്ച ഡോക്ടർ പൽപ്പുവിൻ്റെ ഒരു നീസിനെയാണ്. അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. അങ്ങനെ മോഡേണിറ്റിയിലേക്ക് കേരളത്തെ നയിച്ച ഒരാളായിട്ടാണ് ഞാൻ ആശാനെ കാണുന്നത്. ഇനി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. ഒന്ന്, ആശാന്റെ പുസ്തക കളക്ഷൻ ഇന്നില്ല. ഞാൻ ചെറുതായിരുന്നപ്പോൾ ഇതിൽ കുറേ പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു പുസ്തകം ഞാൻ മെൻഷൻ ചെയ്യാം, എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ജിയോഗ്രഫി. നമ്മൾ വിചാരിക്കും എന്താ ഈ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മനു പിള്ള അടുത്ത കാലത്ത് ഒരു പുസ്തകം എഴുതിയിരുന്നു, ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ്. ആ പുസ്തകത്തിൽ ഒരിടത്ത് മനു പറയുന്നുണ്ട്, ഏതോ ഒരാൾ പറഞ്ഞതായിട്ട്, ഇഫ് വൺ ലെസൺ ഇൻ നാച്ചുറൽ ജിയോഗ്രഫി ഇസ് ടോട്ട് ഇൻ എൻ ഇന്ത്യൻ സ്കൂൾ, ഓൾ ഓഫ് ഇന്ത്യൻ മെറ്റഫിസിക്സ് വിൽ കൊലാപ്സ്. ഒരു വല്ലാത്തൊരു പറച്ചിലാണ്. എന്താണ്? ഇഫ് വൺ ലെസൺ ഓഫ് natural philosophy is taught in an Indian classroom, all of Indian metaphysics will collapse. മനു ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ഒരു സ്കൂൾ ഇൻസ്പെക്ടർ സായിപ്പാണ്. അദ്ദേഹം ഒരു സ്കൂളിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു അധ്യാപകൻ ജിയോഗ്രഫി പഠിപ്പിക്കുകയാണ്. ഒരു ഗ്ലോബ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഗ്ലോബാണ്. ഗ്ലോബ് കൊണ്ടുവച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന എന്താണ്? ഭൂമി റൗണ്ട് ആണെന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് പറയുന്നു, അദ്ദേഹം ഒരു ആമയുടെ മോഡൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഗ്ലോബ് വെച്ചിരിക്കുന്നത്. ബിക്കോസ് ഹി വാണ്ട്സ് ടു ജസ്റ്റിഫൈ ഇന്ത്യൻ മിത്തോളജി. ഓൾ ദ വേ ഡൗൺ ഇറ്റ് ഇസ് ടേർട്ടിൽസ്. ഇതെല്ലാം റെസ്റ്റ് ചെയ്യുന്ന ഒരു ടേർട്ടിലിൻ്റെ പുറത്താണല്ലോ. അതുകൊണ്ട് ടേർട്ടിൽസ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഗ്ലോബ് വെച്ചാണ് അദ്ദേഹം ജിയോഗ്രഫി പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് എത്ര ആഴത്തിലാണ് ആ വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ഇന്നും ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ പോയാൽ മിക്കവരുടെയും മനസ്സിൽ ഗ്ലോബ് നിൽക്കുന്നത് ആമയുടെ പുറത്താണ്. അതുകൊണ്ടും കൂടിയാണ് പലയിടത്തും ഇന്ത്യയിൽ ഇന്നും മോഡേണിറ്റി വരാത്തത്. മോഡേണിറ്റി അടുത്ത കാലത്തൊന്നും വരില്ല,
ഒരു 10,000 കൊല്ലം കഴിയുമ്പോഴത്തേക്കും വരുവേ. കേരളത്തിൽ അത് വന്നു. അത് നമുക്ക് ഇങ്ങനെയുള്ള മനുഷ്യർ കേരളത്തിലുണ്ടോ എന്നതാണ് ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ മോഡേണിറ്റി വന്നത് വളരെ രസകരമാണ്. അതിൻ്റെ ഒരു പ്രധാന ഏജന്റ് പള്ളിയായിരുന്നു. പാതിരിമാരും പള്ളികളുമായിരുന്നു. അതിൻ്റെ കാര്യം എന്താണ്? അവർ സ്കൂൾ തുടങ്ങി. ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, അവർ സ്കൂൾ തുടങ്ങിയത് എല്ലാവരും പറയും അത് മറ്റുള്ളവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ ചെയ്തവരും ഉണ്ട്, ചെയ്യാൻ ശ്രമിച്ചവരും ഉണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പഠിപ്പിച്ച സെക്കുലർ സബ്ജക്ട്സ് ആണ്. പഴയ കാലത്തെ ഞാൻ വളരെ പാടുപെട്ട് കുറച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. 19th century, 20th century, ഏർലി 20th century ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കണം. ടെക്സ്റ്റ് ബുക്കുകളെല്ലാം സെക്കുലറാണ്. മലയാളത്തിലായിരുന്നാലും ശരി, ഇംഗ്ലീഷിലായിരുന്നു. അവർ പഠിപ്പിച്ചത് ഒരു സെക്കുലർ സയൻസാണ്. ഇൻസ്പയർ ചെയ്യാനായിട്ട് റിലിജൻ ഉപയോഗിക്കും. പക്ഷെ ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. മിക്കവർക്കും ആ വ്യത്യാസം അറിഞ്ഞുകൂടായിരിക്കും. ആശാൻ അറിയായിരുന്നു, ഡോക്ടർ പൽപ്പുവിന് അറിയാമായിരുന്നു. അതാണ് ഒരു കാര്യം. ഇനി ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. അവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. മാധവറാവു എന്ത് തരത്തിലുള്ളൊരു ഇന്ത്യയാണ് മനസ്സിൽ കണ്ടത്? അങ്ങനെയുള്ള ഒരു കേരളത്തിനെ സൃഷ്ടിക്കാൻ ആശാനും ഡോക്ടർ പൽപ്പുവിനും സാധിച്ചു. ഇന്ന് ആ കേരളം പുറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഉത്തരേന്ത്യ പോലെ ആവും. അതല്ലാതെ ആകണമെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ നേരെ വണ്ണം പഠിപ്പിക്കണം. അതൊരു കാര്യം. രണ്ടാമത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ബുക്കർ ടി വാഷിങ്ടണിനെ കുറിച്ച് തന്നെ കുറച്ച് പേരെ കേട്ടിട്ടുള്ളൂ. അത് അറിവില്ലാത്തതിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ആശാനെ പഠിപ്പിക്കുന്ന ആരാണ്? മലയാളം അധ്യാപകരാണ്. മലയാളം അധ്യാപകർ എന്ന് വെച്ചാൽ ആഴത്തിൽ മലയാളം, കേരള സംസ്കാരം, സംസ്കൃതം ഇതെല്ലാം അറിയാവുന്നവരാണ്. ഡീപ്പ് സ്കോളേഴ്സ്. ഇംഗ്ലീഷുകാർക്ക് മിക്കവാറും ആർക്കും ഇംഗ്ലീഷ് സാഹിത്യം അത്രയൊന്നും അറിഞ്ഞുകൂടായിരിക്കും. ഒരു മലയാളം അധ്യാപകന് അറിയാവുന്ന അത്ര ഭാഷയും സാഹിത്യവും ഒന്നും ഒരു ഇംഗ്ലീഷ് അധ്യാപകനും അപൂർവം ചിലർക്കാണ്, അല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ അവർക്കൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താണ്? ഒന്ന്, അവർ ആ വിഷയത്തിൽ അങ്ങ് ആഴത്തിൽ പോയി കഴിഞ്ഞാൽ അവരൊരു ചെറിയൊരു കൊക്കൂണിനകത്താണ്, വലിയൊരു കുഴിക്കകത്താണ്. അവർ ആ സബ്ജക്റ്റ് പഠിക്കുന്നു, അതിൽ ഗവേഷണം ചെയ്യുന്നു, അവർക്കുള്ള ഇൻസൈറ്റ്സ് എല്ലാം കുട്ടികൾക്ക് മറ്റും പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ പുറം ലോകം നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. അതൊരു ചെറിയൊരു പ്രോബ്ലമാണ്. അതായത് ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് നിങ്ങളുടെ ഒരു കോഴിക്കോട് ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. നമുക്കെല്ലാം അധികം ബഹുമാനമുള്ള ഒരു ആക്ട്രസ് ഉണ്ട്, പാർവതി തിരുവോത്ത്. ഒരു കാലത്ത് പാർവതി മേനോൻ എൻ്റെ ഭാര്യയുടെ സ്റ്റുഡൻ്റാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കുന്നത്. പാർവതിയെ നോക്കിയാൽ ഇത്രയധികം ആഴത്തിലും എക്സ്റ്റെൻസീവായിട്ടും ഡ്രാമ, ഈസ്തെറ്റിക്സ്, ബോത്ത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വായിച്ച എനിക്ക് വേറൊരു സ്റ്റുഡൻറ്റിനെ അറിഞ്ഞുകൂടാ. ആ കുട്ടീൻ്റെ ബുക്ക് ഷെൽഫ് ഞാൻ കണ്ടിട്ടുണ്ട്. വെരി കെയർഫുള്ളി ചോസൺ ബുക്സാണ്. സൊഫോക്ലിസും അരിസ്റ്റോഫേനസും മുതൽ ഇന്നത്തെ മെത്തേഡ് ആക്ടിങ് ചെയ്ത അബ്സേർഡ് ഡ്രാമയും അതിനുശേഷമുള്ള ഡ്രാമയും ആ കുട്ടിക്ക് വളരെ നല്ലവണ്ണം അറിയാം. വായിച്ച് നല്ല അറിവുണ്ട്, ആഴത്തിൽ അറിവുണ്ട്. മലയാളം അധ്യാപകരും അതുപോലെയാണ്. അവരുടെ വിഷയത്തിൽ വളരെ ആഴത്തിൽ അറിവുണ്ട്. പക്ഷെ അപ്പം പറ്റുന്ന ഒരു പ്രശ്നം എന്തോന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ ചില കമ്പൻഷൻസിലോട്ട് അങ്ങ് വീഴും, ഒരു കെണിയിൽ ചെന്ന് വീഴും. ആ കമ്പൽഷൻ എന്താണ്? ഐഡൻറ്റിറ്റി പോളിറ്റിക്സ്. ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് ചെന്ന് വീഴാൻ പിന്നെ വേറെ ഒന്നുമില്ല. എല്ലാം ഐഡൻറ്റിറ്റി പോളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഐഡൻറ്റിറ്റി പോളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട പോളിറ്റിക്സ് നല്ലവണ്ണം നമുക്ക് മനസ്സിലാക്കുന്നത്. എല്ലാ പോളിറ്റിക്സും അമേരിക്കയിലായാലും ഇംഗ്ലണ്ടിലായാലും ജർമ്മനിയിലായാലും ഇവിടെ ആയാലും ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് ആണ്. ചൈനയിൽ ഒഴിച്ച് എല്ലായിടത്തും ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് ആണ്. പക്ഷേ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൽ ആഴത്തിൽ നമ്മൾ മുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഭയങ്കര വിലയുള്ള ജ്ഞാനത്തിൻ്റെ പല ഏരിയകളും നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യും. നമുക്കതിന് സമയമില്ല. മനസ്സിലാവാഞ്ഞിട്ടല്ല, താല്പര്യമില്ലാഞ്ഞിട്ടുമല്ല, വേറൊന്നിനും സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ആശാനെക്കുറിച്ച് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവർക്കും പറ്റുന്ന ഒരു പ്രശ്നവും ഇതാണ്. അവർ അല്പം ഐസയ ബേളിനെ വായിക്കണം, അല്പം ഒരു മീരാനന്ദയെ വായിക്കണം.
അല്പം മറ്റു ചില എഴുത്തുകാരുമുണ്ട്, അവരെയും കൂടി വായിക്കുകയാണെങ്കിൽ ആദ്യം മാധവറാവുവിൻ്റെ എസ്സേ വായിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആശാൻ കവി മാത്രമായിരിക്കില്ല, അറിവുണ്ടായിരുന്ന ഒരു ആശാനും കൂടിയായിട്ട് നമുക്ക് മനസ്സിലാവും. താങ്ക് യു വെരി മച്ച്.